നമസ്കാരം. ബാക്ക് ടു അയോധ്യ. രാംലല്ലയുടെ പ്രതിഷ്ഠടക്കായിരിക്കെ അയോധ്യ ഉത്സവ അന്തരീക്ഷത്തിലാണ്. ഭക്തിസാന്ദ്രമാണ് അയോധ്യ. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഉള്ളത് ഈ ലതാ ചൗക്ക് എന്ന അയോധ്യ ക്ഷേത്രത്തിന്റെ രാമവീഥിക്ക് സമീപമുള്ളൊരു പ്രദേശത്താണ്. ഇവിടെ 10,000-കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നു മുതൽ ക്ഷേത്രത്തിൽ ദർശനമില്ല, സാധാരണ ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇതിനിടയിലാണ് ഇവിടെ ഈ പറഞ്ഞ ലതാ ചൗക്കിൽ 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന സ്വാമിമാർ അടക്കം ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ശ്രീരാമന്റെ വളരെ പ്രധാനപ്പെട്ട വിശിഷ്ടമായ മന്ത്രങ്ങൾ ജപിച്ച് അവർ ഇവിടെ ഈ രാംലല്ലയുടെ പ്രതിഷ്ഠ വലിയ ആഘോഷമാക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. സ്വാമിമാരടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവരുടെ ഇന്ന് ഈ ക്ഷണം ലഭിച്ച് വന്ന സ്വാമിമാർ കൂടിയായി ആകാം ഇവരൊക്കെ ഇവിടെ എത്തി. ഇവർക്ക് പ്രത്യേക താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ 100 കണക്കിന് ആളുകളാണ്, ഏതാണ്ട് 7,000-ഓളം ആളുകളെ VIP-മാരായി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള താമസ സൗകര്യം ഇവിടെ അടുത്ത് ഒരു ടെന്റ് സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ആഘോഷത്തിന്റെ എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പിലാണ്, അന്തിമ ഒരുക്കത്തിലാണ് അയോധ്യ. കഴിഞ്ഞ 8 ദിവസമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇവിടെ നിന്ന് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. നമുക്കൊരാള്, ഒരു മലയാളി, അദ്ദേഹം പ്രമുഖനായ ശ്രീ രാഹുൽ ഈശ്വർ. രാഹുൽ എപ്പോൾ എത്തി? ഞാൻ ഇന്നലെ എത്തി. വലിയ ഭാഗ്യമാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്. ദേശീയ മാധ്യമങ്ങളുടെ ചില കവറേജ്, കമന്ററി അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ എത്തിയത്. അയോധ്യ ഒരു ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ വളരെ ഗംഭീരമായ രീതിയിൽ പോവുകയാണ്. ആ രീതിയിൽ വളരെ നന്നായി തന്നെ ഇത് പോകുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ഒരു ഒക്കേഷനാണ്. രാജ്യത്തെയും ലോകത്തെയും വ്യത്യസ്ത ഗസ്റ്റുകളോട് വരുന്നത് ഈ രാജ്യത്തിന് തന്നെ വലിയൊരു നേട്ടമാണ്. ഈ ഒരു അയോധ്യയുടെ മാറ്റം രാഹുൽ നേരത്തെ വന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെ കാണുന്നു? ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട് CBSEയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരുന്നു. റോഡുകളെല്ലാം കുറെ കൂടെ ചെറുതും മറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അത് വലുതായി, ഇൻഫ്രാസ്ട്രക്ചർ ബെറ്ററായി. 1.5 വർഷം കൊണ്ടുണ്ടായ മാറ്റം വളരെ വലുതാണ്. ഇതൊരു വലിയ പിൽഗ്രിം സിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്യണം. അയോധ്യയും കാശിയും ഒക്കെ ആയിരക്കണക്കിന് വർഷം ചരിത്രമുള്ള ഒരു നഗരങ്ങളാണ്. അവ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടിയുണ്ട്. അതിൻ്റെ നന്മ നമുക്കിനി വരുന്ന പ്രദേശങ്ങളിൽ കാണാം. അയോധ്യയുടെ 25 കിലോമീറ്റർ മാത്രം മാറിയാണ് ധന്നിപ്പൂറും ഇതേപോലെ വികസിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എല്ലാവർക്കും പോസിറ്റീവായ ഒരു ഇന്ത്യയിലേക്ക് നമുക്ക് പോകാൻ ഇതെല്ലാം നമ്മളെ നന്മ പ്രദാനം ചെയ്യട്ടെ. അപ്പോഴും അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഈ യൂത്ത് നടക്കുന്നുണ്ട്. അല്ല, ഇതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കാണാം, അണ്ടർടോൺസ് കാണാം. പക്ഷെ അതിനപ്പുറമാണല്ലോ രാമനെ ഒരുപക്ഷെ ഈ രീതിയിൽ പ്രതിഷ്ഠിച്ചത്, രാജ്യത്തിന്റെ ബോധത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. കുറച്ചു മുമ്പ് പോലും ഒരുപക്ഷെ അങ്ങേയും കേട്ട് കാണും, രഘുപതി രാഘവ രാജാറാം ഈശ്വർ അല്ലാ തേരോനാം എന്ന് പാടാൻ കഴിയുന്നത് വളരെ പോസിറ്റീവാണ്. ആ രീതിയിൽ ഒരുപാട് നന്മ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നബാധിതമായ കഴിഞ്ഞ 30 വർഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ രാജ്യം അതിനെ അതിജീവിച്ചു, മുമ്പോട്ട് വന്നു. ഇനിയും പോസിറ്റീവിലേക്ക് പോകണം. അയോധ്യയിലെ രാമക്ഷേത്രവും ധന്നിപ്പൂരിലെ മസ്ജിദും രണ്ടും നന്നായി വരട്ടെ. ഈ രാജ്യത്തിന് ഐശ്വര്യം ഉണ്ടാകട്ടെ, ഐക്യം ഉണ്ടാകട്ടെ. നമ്മളുടെ വ്യത്യസ്തതകളെ ആഘോഷിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരു മുറി ഉണങ്ങുന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. താമസവും കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇനിയും ഭാവിയിലേക്ക് വരാനുണ്ട് ആഗ്രഹിക്കുന്നവർ. നല്ല തണുത്ത കാലാവസ്ഥയാണ്. കുറെ കൂടെ ഈ പ്രദേശം ഇനിയും ഒരുപാട് പോസിറ്റീവായി വികസിക്കേണ്ടതുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് നന്നായി. ഒരു വേൾഡ് ക്ലാസ് പിൽഗ്രിം സിറ്റി എന്ന രീതിയിൽ പരിശുദ്ധ വത്തിക്കാനെ പോലെ, വിശുദ്ധ മക്കയെ പോലെ ഒക്കെ ഇത് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു നഗരമായി മാറുകയെ, ഇന്ത്യയുടെ സംസ്കാരത്തെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ. ശരി, രാഹുൽ ഈശ്വറുണ്ട്. രാഹുൽ ഈ ചാനൽ ചർച്ചകളിലൊക്കെ, നാഷണൽ ചാനൽസിന്റെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനായി എത്തിയ ഒരാൾ കൂടിയാണ്. രാഹുൽ നമ്മോടൊപ്പം വരും ദിവസങ്ങളിലൊക്കെ അത്യാവശ്യമൊക്കെ പങ്കെടുക്കുമെന്ന് വിചാരിക്കാം ചർച്ചകളിലൊക്കെ. നമുക്ക് ഈ മറ്റ് ദൃശ്യങ്ങളിലേക്ക്, ഇവിടുത്തെ ഒരു ആംബിയൻസിലേക്കൊക്കെ ഒന്ന് പോകാം. വലിയ ആഘോഷങ്ങളാണ് എനിക്ക് ചുറ്റും നടക്കുന്നത്. വലിയ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അയോധ്യയിലെ ജനങ്ങളെക്കാൾ കൂടുതൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിരവധി ആളുകളാണ് ഇത് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അവർ പലതരത്തിലുള്ള വേഷഭൂഷാദികളിൽ വരുന്നവരുണ്ട്, പല സംസ്കാരങ്ങളുള്ളവരുണ്ട്, പല ഭാഷകളിൽ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇവിടെ വന്നാൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, രാമഭക്തി എന്നുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിത് കാണുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം ഈ ഓരോ മേഖലയിലും കാണാം. ഇത് രാമപഥ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വീതിയാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തിച്ചേരുന്നത്. നരേന്ദ്രമോദി നാളെ എത്തും, അയോധ്യയിലെത്തും. അദ്ദേഹം ഈ എയർപോർട്ടിൽ, അയോധ്യ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിനു ശേഷം നേരെ വരിക, സ്പെഷ്യൽ വിമാനത്തിൽ വന്ന ശേഷം നേരെ വരിക ഈ രാമപഥിലേക്കായിരിക്കും. ഇവിടെ എത്തി ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഇവിടുന്നാണ് നേരെ അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം 22-ന് ഈ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം നരേന്ദ്രമോദി നേതൃത്വത്തിലാകും, പ്രധാനമന്ത്രി നേതൃത്വത്തിലാകും. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ വളരെ
കൗതുകകരമായ രസകരമായ പല വിധത്തിലുള്ള ആഘോഷങ്ങളാണ്. स्वामी आप कहाँ पे, हम कहाँ से? महाराष्ट्र खोपड़ी से आया हूँ। श्री संत गंगगिरी महाराज जल तपस्वी गंगगिरी महाराज आश्रम से आया हूँ। ये अयोध्या नगरी में बड़ा राममय नगरी हो चुका है। बड़ा आनंद का माहौल है। पूरा भारत देश की चेतना है और अन्य देश के लिए भी चेतना बन चुकी है। कैसा लग रहा है इधर? बहुत आनंदमय लग रहा है। वो राम, सब में राम भक्ति दिख रही है, कोई जात भेद नहीं दिख रहा है। നിരവധി സ്വാമിമാരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് സ്വാമിമാർ. സ്വാമിജി ഇങ്ങനെ പല ഈ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഒക്കെ ക്ഷണമനുസരിച്ച് ഇങ്ങോട്ടേക്ക് ഇന്ന് മുതൽ ഇവിടേക്ക് സ്വാമിമാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്വാമിജി जय श्री राम। मैं नेपाल से आई हूँ जी। माता जानकी के थोड़ा बोल दे दिया जाता है। थोड़ा कनक वर्णम महातेजम रत्नमाला विभूषितम प्रातः काले रवि दर्शन सर्व पाप विमोचनम। जय श्री राम। क्या लग रहा है? बहुत अच्छा लग रहा है। राममय हो रही है नेपाल और भारत की संबंध बहुत अच्छा लग रही है ना। अभी ऐसा प्रकार रिलेशन है हमारी नेपाल और भारत की रिलेशन और अच्छा हो जाए। सदियों से हमारा ये रोटी बेटी का रिलेशन है ना। सामाजिक धार्मिक रिलेशन सब एक ही है, हमारी कल्चर एक ही है और एक हो जाए। जय श्री राम। जय श्री राम। Beginning of not only Ayodhya, it is beginning of Gyanvapi, Mathura, and everything. You know, it will. I mean, the whole our realm will come back. അങ്ങനെ ഇതിപ്പോൾ നേപ്പാളിൽ നിന്നെത്തിയ ഒരു സംഘമാണ്. അവരും ഈ സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഒക്കെ ക്ഷണം സ്വീകരിച്ചു വരുന്നവരാണ്. ഇവർക്കൊക്കെ തൊട്ടടുത്തുള്ള ടെന്റ് സിറ്റിയിലാണ് അക്കോമഡേഷൻ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സർക്കാർ തന്നെ പല ഹോട്ടലുകൾ ഏറ്റെടുത്ത് അവിടുത്തെ മുറികൾ ആളുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വലിയ തയ്യാറെടുപ്പുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടി എന്നുള്ളത് ഈ രാംപത്തിലെത്തി. അതിനുശേഷം അദ്ദേഹം സരയൂ നദിയിൽ സ്നാനം നടത്തും 22-ന്. ഈ 12 മണിയോടുകൂടിയാണ് അദ്ദേഹം രാമക്ഷേത്രത്തിലെത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് 2 കിലോമീറ്റർ കാൽനടയായി നടന്നാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോവുക. ഒപ്പം 1 മണിക്ക് ഒരു പൊതുസമ്മേളനം അയോധ്യയിൽ പ്രധാനമന്ത്രി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അതിന്റെ അന്തിമഘട്ടത്തിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓരോ മേഖലയിലും പോലീസിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും മറ്റും സാന്നിധ്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം പൂർണ്ണമായും കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷയിലാണ് ഈ പ്രദേശം എന്നുള്ളതാണ്. പോലീസിന്റെ വലിയ സംഘം, അവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഓരോ മേഖലയിലുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും കാര്യമായി ആ തരത്തിൽ ഉണ്ടാകുന്നില്ല. എല്ലാവരും മറ്റൊരു തലത്തിലുള്ള വൈകാരിക പ്രകടനത്തിലാണ്. ഭക്തി എന്ന കാര്യത്തിൽ മാത്രമാണ്. പോലീസുകാർ വളരെ ശാന്തരാണ്. അവർക്ക് പണി കുറവാണ്. അവർക്ക് അവരുടെ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി ടൈമിൽ ഇവിടെ ഉണ്ടാവുക എന്നതിനപ്പുറം മറ്റ് നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ സംഘർഷമോ ഒന്നും ഒരു മേഖലയിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു പ്രധാന വാർത്തയിലേക്ക് പോകേണ്ടത്, ഇതിനിടയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, അയോധ്യയിൽ ഒരു വലിയ വാക്സ് മ്യൂസിയം ഒരുങ്ങുന്നുണ്ട്. അതൊരു മലയാളിയാണ് ആ വാക്സ് മ്യൂസിയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കണ്ടല്ലൂർ സ്വദേശി, കായംകുളം കണ്ടല്ലൂർ സ്വദേശി സുനിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ കൂടിയാണ് ആ വാക്സ് മ്യൂസിയം വരുന്നത്. അതിന്റെ വാർത്തയിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് പിന്നാലെ രാമകഥ പറയുന്ന വലിയൊരു മെഴുക് മ്യൂസിയം കൂടി അയോധ്യയിൽ ഉണ്ടാവുകയാണ്. അത് 2.5 ഏക്കർ സ്ഥലത്ത്, വിശാലമായ സ്ഥലത്താണ് ഈ മെഴുക് മ്യൂസിയം സംഭവിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത്
നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ ശ്രീ സുനിൽ കണ്ടല്ലൂരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണ പുരോഗതിയും ഒക്കെ പങ്കുവെക്കാൻ വലിയ അഭിമാനമുണ്ട്. ഒരു മലയാളി അയോധ്യയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു, ഒപ്പം ഒരു മ്യൂസിയത്തിന് തുടക്കം കുറിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ജയ് ശ്രീറാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യ നഗരിയിലാണ്. നമ്മുടെ ബാക്കിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീരാമക്ഷേത്രമാണ്. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പം. ഏറ്റവും മെയിൻ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു എന്റെ അഭിമാന പ്രോജക്റ്റാണ്, എന്റെ ഡ്രീം പ്രോജക്റ്റ്. ഒരുപാട് മ്യൂസിയം ചെയ്ത് പ്രശസ്തനാണ് പല സ്ഥലങ്ങളിലും. 3 മ്യൂസിയങ്ങളുണ്ട്. ട്രിവാൻഡ്രത്ത് ഉണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേനാടിലെ നമുക്ക് മ്യൂസിയം ഉണ്ട്. പിന്നെ അതിനുശേഷം മഹാരാഷ്ട്രയിലെ ലോണാവല എന്ന സ്ഥലത്തിൽ അവിടെയാണ് നമുക്ക് മെയിൻ മ്യൂസിയം ഉള്ളത്. 100ഓളം വാക്സ് മോഡലുണ്ട്, വലിയ മ്യൂസിയമാണ്. പിന്നെ നിയർ ഗോവയിലും 3 മ്യൂസിയങ്ങളും. പിന്നെ ഇതിപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റാണ്, കാരണം ഒരു വേൾഡ് അട്രാക്ഷൻ ആകാൻ പോകുന്ന ഒരു സെന്ററിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇത് UP ഗവൺമെന്റിന്റെ ഒരു ടെൻഡറായിരുന്നു. വാക്സ് മ്യൂസിയം, രാമകഥ പറയുന്ന രാമായണ വാക്സ് മ്യൂസിയം ഇങ്ങോട്ട് വന്നൊരു പ്രപ്പോസലാണല്ലേ? ഇങ്ങോട്ട് വന്ന പ്രപ്പോസലാണ്. അപ്പോൾ അതിന് എക്സ്പെർട്ടുകളെ അന്വേഷിച്ചുകൊണ്ട് അവർ ടെൻഡർ ഇട്ടു. ടെൻഡറിൽ ഞാൻ പങ്കെടുത്തു. പക്ഷെ ഞാൻ മാത്രമുള്ളായിരുന്നു ടെൻഡറിൽ. ആദ്യത്തെ ടെൻഡർ ഇപ്പോൾ ഒരു പ്രാവശ്യം ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നേരിട്ട് തരാൻ പറ്റില്ല ഗവൺമെന്റിന്. പിന്നെ വീണ്ടും ടെൻഡർ ഇട്ടു. അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഒരു 1.5 മാസത്തെ പേപ്പർ വർക്കിന് ശേഷം നമുക്ക് ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്ത് 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ഭയങ്കര വില വരുന്ന സ്ഥലമാണിത്. നമ്മുടെ രാമക്ഷേത്രത്തിന് വളരെ അടുത്താണ്. ഇവിടുത്തെ ഒരു ലാൻഡ് വാല്യൂ ഒക്കെ മാറിയ പശ്ചാത്തലം കൂടിയാണ്. റോഡുണ്ട്, ഇതുവഴി പോയാൽ 1 കിലോമീറ്റർ നടന്നാൽ പോകാൻ പറ്റൂ ഇതുവഴി. അപ്പം ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇതിനകത്ത് നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ട് ഫ്ലോർ വരും. ഒരു ഫ്ലോറോടെ വരും. സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് സ്റ്റേജിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ശ്രീകൃഷ്ണന്റെ കൃഷ്ണഗാഥയും വരുന്നുണ്ട്. അപ്പം ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കും ഇവിടെ. രാമായണ കഥ മുഴുവൻ പറയുന്ന ഒരു മ്യൂസിയമാണ് ഉദ്ദേശിക്കുന്നത്. രാമകഥ മുഴുവനും പറയാൻ നമുക്ക് പറ്റില്ല. രാമന്റെ കഥയിലെ രാമായണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിലെ മെയിൻ സീക്വൻസ് അപ്പം രാമന്റെ കുട്ടിക്കാലം കുറച്ച് കാണിക്കാൻ പറ്റും. പിന്നെ രാമന്റെ എന്താ പറയുന്നത് സീതാ സ്വയംവരം നല്ലൊരു സീനായിട്ട് കാണിക്കും. പിന്നെ അവർ വനവാസത്തിന് പോകുന്നതും യുദ്ധം നടക്കുന്നതും ജടായും രാവണനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതും അവർ ശ്രീലങ്കയിൽ കടക്കാനുള്ള രാമസേതു പണിയുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മ്യൂസിയത്തിൽ വരും. പിന്നെ ഇതിന്റെ അപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് രാംജിക്ക് വനവാസം എന്നും പറഞ്ഞൊരു വലിയൊരു വനം. അതായത് രാമനും സീതയും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് തുടങ്ങുന്ന ഒരു സമയം വനത്തിലൊക്കെ എൻട്രി ചെയ്യുന്ന ഇതൊരു വലിയ ഒരു 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോളം നമുക്ക് ഒരു ഇൻഡോർ വനമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല, ഒരു ഇൻഡോർ വനം. അപ്പോൾ രാമനും സീതയും നടന്നു പോകുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള കുടിലുകളും നദികളും അരുവിയും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമ്മൾക്ക് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരാം. അങ്ങനെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പാക്കേജ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. എത്ര നാളുകൊണ്ട് നിർമ്മാണം പൂർത്തിയാകാൻ ഉദ്ദേശിക്കുന്നത്? മ്യൂസിയം ഏതാണ്ട് നമ്മൾ ഒരു 4 മാസത്തിനുള്ളിൽ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പ്രോജക്റ്റാണ് ഇത് വലിയ പ്രോജക്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മലയാളി എന്ന രീതിയിൽ നമുക്കൊരു നല്ല ഫുഡ് കൾച്ചറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻസിനെല്ലാം കൂടുതൽ കാണാൻ വരിക ഒരു പക്ഷേ അല്ലല്ല മലയാളികളല്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും വരുന്നത്. കാരണം രാമഭക്തർ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ അവരാണ് രാമഭക്തർ. ഏത് ഭക്തിയായാലും അവരാണ് ഭക്തർ. നമ്മളെല്ലാം അതിനകത്ത് പൊളിറ്റിക്സ് മിക്സ് ചെയ്താണ് നമുക്കെല്ലാം ഭക്തി ഉണ്ടാകുന്നത്. നമ്മുടെ ഭക്തി പൊളിറ്റിക്കൽ മിക്സ്ഡ് ആണ്. ഇവിടെ പൊളിറ്റിക്സ് അല്ല, ഇവിടെ ഭക്തിക്കകത്താണ് പിന്നെയാണ് പൊളിറ്റിക്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവമാണ്. അപ്പം നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ നമ്മളിവിടെ ഷോക്കേസ് ചെയ്യാൻ പ്ലാനുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റി, കഞ്ഞി കപ്പ തൊട്ട് എല്ലാം ഉണ്ടാവും. ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ആ ഭയത്ത് വരും. പിന്നെ അത്യാവശ്യം വേറെ കുറേ നമുക്ക് അത്യാവശ്യം വരുന്നവർക്ക് നല്ല ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം, ഒരു VIP ട്രീറ്റ്മെന്റിൽ നമ്മൾ അപ്പോൾ ഇതിനുള്ള എല്ലാം പെർമിഷനും നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. വലിയൊരു തുക മുടക്കുന്ന ഒരു സംവിധാനം അത് സർക്കാരാണോ അതിന്റെ ഒരു? ഇല്ല, സർക്കാർ ഇത് PPP പ്രോജക്റ്റാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പോൾ അവർ ലാൻഡ് തന്നിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. കാരണം എൻ്റെ 25 ഇയേഴ്സിലെ ഒരു ജേർണിയിൽ നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും.
ഇതിന് എല്ലാ ആശംസകളും. ഇത്ര വലിയൊരു അഭിമാനം മലയാളി എന്ന രീതിയിൽ നമുക്കുണ്ട്. എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അയോധ്യയിലെത്തി 3 ദിവസമായി മലയാളത്തിൽ ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ കണ്ടവരും സംസാരിച്ചവരൊക്കെ മറ്റു ഭാഷക്കാരായിരുന്നു എന്നുള്ളതാണ്. സുല്ലിയേട്ടനും പ്രശാന്ത് മംഗലശ്ശേരിക്കുമൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. അതാണ് സുനിൽ കണ്ടല്ലൂരിന്റെ വാക്സ് മ്യൂസിയം. അത് 6-7 മാസത്തിനകം ഉയരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇതുമായി അയോധ്യയിൽ തന്നെ നിൽക്കണം. ഇവിടെ വലിയ ഗംഭീരമായ ആംബിയൻസ് ആണ് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. നിർത്തണോണ്ട് എനിക്കൊരു പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഇലക്ട്രിക് ബസ്സാണ്, ഇടയ്ക്ക് വെച്ചൊക്കെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാൽ. ഇല്ല, ഇതുവരെ അങ്ങനെ നിന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ കയറിയിട്ട് ഇതുവരെ അങ്ങനെ നിന്നിട്ടുമില്ല. വളരെ ഉപകാരപ്രദമായ രീതി തന്നെ ഉപകാരമാണ് ഞങ്ങൾക്ക് ഈ ബസ്. ഉപകാരമാണ് ഞങ്ങൾക്ക് ഈ ബസ് ഉള്ളത്. ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം ഞങ്ങൾക്ക് സമയത്തിന് ജോലിക്ക് കയറാൻ പറ്റും. ഞങ്ങൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് പോയിട്ടുള്ളത്. ഇപ്പൊ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകാനും തൈക്കാട് ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ വളരെ ഉപകാരമാണ്. അതുകൊണ്ട് ഈ ബസ് നിർത്തരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നമുക്ക് പേരൂർക്കട ഇറങ്ങി ഈ ബസ് എപ്പോഴും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് പേരൂർക്കട ഇറങ്ങി മെന്റൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ പേരൂർക്കട ഇറങ്ങി നടന്ന് ഊളംപാറ ജംഗ്ഷൻ വരെ ഞങ്ങൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരമാണ്, നല്ലതാണ്. തൈക്കാട് ഹോസ്പിറ്റലിൽ പോകാൻ ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. പിന്നെ ഈ പൊല്യൂഷൻ അതൊക്കെ ഇതുപോലത്തെ ബസ്സുകൾ വന്നാൽ ഭാവിയിൽ ഡൽഹിയിലൊക്കെ ഉണ്ടായ പോലെ പൊല്യൂഷൻസ് ഒക്കെ കുറയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ സാധാരണ വീട്ടുജോലിക്ക് പോകുന്ന വീട്ടമ്മയാണ്. ഞങ്ങളെപ്പോലെ ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു സഹായമാണ്. ഭാവിയിൽ ഇതുപോലെ ബസ്സുകൾ കൂടുതൽ വന്നാൽ പൊല്യൂഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. സൗണ്ട് ഒന്നുമില്ല, വണ്ടി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പാട്ട് കേട്ട് പോവാം. അങ്ങനെയൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഉണ്ട്. നല്ല നല്ല ഇളയരാജ മ്യൂസിക് ഒക്കെ ഇട്ടാണ് പോകണം. വളരെ ആനന്ദകരമായിട്ട് നമുക്ക് യാത്ര ആസ്വദിച്ചു പോകാം. ടെൻഷനൊന്നും അറിയില്ല. നമ്മൾ ഒത്തിരി ടെൻഷനായിട്ടൊക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ല. പിന്നെ 10 രൂപയാകുമ്പോൾ നമുക്ക് സാധാരണ അങ്ങനെ വലിയ ആഘോഷത്തിലാണ് അയോധ്യ. അയോധ്യയിലേക്ക് VIP-കളുടെ നീണ്ട നിര. ഇപ്പൊ നമുക്ക് അറിയുന്നത് 100ഓളം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇന്നും നാളെയുമായി അയോധ്യയിലെത്തും. അതിൽ കേരളത്തിൽ നിന്നുള്ള വിവിധ VIP-കളുമുണ്ട്. 24 അംഗ സംഘ സന്യാസിമാർ അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. മോഹൻലാൽ അയോധ്യയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു, വരില്ല എന്നറിയിച്ചിട്ടുണ്ട്. മേജർ രവിയെ ക്ഷണിച്ചിരുന്നു, വരില്ല എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ PT ഉഷയും ഭർത്താവും നാളെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റു ചില പ്രമുഖരെയും കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കേരളത്തിലുള്ള സംഘങ്ങളടക്കം ഇങ്ങോട്ടൊക്കെ എത്തിയിരിക്കുന്നു. അവർക്കൊക്കെ പ്രത്യേക താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് തന്നെയാണ്. നമ്മളെ ഇപ്പോൾ നിരവധി ആളുകൾ ഈ റൂമിനായി മറ്റും വിളിക്കുന്നുണ്ട്. എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഇവിടെ മുറി കിട്ടുക എന്നുള്ളത് അസൗകര്യമാണ്. കാരണം ഇവിടെ മുറികളൊന്നും അവൈലബിൾ അല്ല. ഉള്ള മുറികൾക്ക് തന്നെ വമ്പൻ വാടകയാണ് ഇപ്പോൾ ഹോട്ടലുകൾ ഈടാക്കുന്നത്. 30,000 രൂപ വരെ വാടക വാങ്ങി മുറികൾ നൽകുന്നതായി ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അവരുടെ ഒരു കൊയ്ത്തുകാലം കൂടിയാണ്. ഇവിടുത്തെ മുറികൾ മുഴുവൻ പൂർണ്ണമായും ഫുള്ളാണ്. മറ്റ് മുറികളൊക്കെ സർക്കാർ SPG സംഘം ഏറ്റെടുത്ത് VIP-കൾക്കായി മാറ്റിവെച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ വരുന്ന 2 ദിവസങ്ങളിൽ അയോധ്യയിൽ ഉണ്ടാകും. സുരക്ഷക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. യോഗി മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഇവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നത്. കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കേന്ദ്രസേന ഇവിടെ 2 ദിവസമായി ഇവിടെ ഉണ്ട്. അവർ പൂർണ്ണമായും നഗരത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അയോധ്യയിലെ ഓരോ വീഥികളും അതീവ സുരക്ഷിതമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്ക് അയോധ്യയിലെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് ഒന്ന് പോകണം. വൻകിട കമ്പനികൾ, വൻകിട മൾട്ടിനാഷണൽ കമ്പനികളടക്കം, വൻകിട ബാങ്കുകളടക്കം അയോധ്യയിലേക്ക് കണ്ണെറിയുന്നു. പല സ്ഥലങ്ങളിലും വലിയ വലിയ വൻകിട ഹോട്ടലുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 7 സ്റ്റാർ സസ്യ ഭക്ഷണം നൽകുന്ന ഹോട്ടൽ, വെജിറ്റേറിയൻ ഹോട്ടൽ അയോധ്യയിൽ പണി ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് 1100 ഏക്കറിലാണ്. ഇതിനായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂ അയോധ്യ എന്നാകും ടൗൺഷിപ്പ് അറിയപ്പെടുക. ഹോട്ടലുകളും ഹൗസിംഗ് കോളനികളും ഇവിടെ ഒരുങ്ങും. കൂടാതെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ശാഖകൾ തുറക്കും. HDFC 2 ശാഖകളും കർണാടക ബാങ്കും ആക്സിസ് ബാങ്കും കൂടുതൽ ശാഖകളും ആരംഭിക്കും. അയോധ്യയിൽ നിലവിൽ തന്നെ 250ഓളം ബാങ്ക് ശാഖകളുണ്ട്.
രാമക്ഷേത്ര ഉദ്ഘാടനം കഴിയുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ വളരും. പ്രതിദിനം 1 ലക്ഷത്തിനടുത്ത് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരുങ്ങുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിരവധി പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. താജ്, റാഡിസൺ തുടങ്ങിയ വൻ ഗ്രൂപ്പുകൾ അയോധ്യയിൽ 5 സ്റ്റാർ പ്രോജക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സസ്യാഹാരം മാത്രം വിളമ്പുന്ന ആദ്യ 7 സ്റ്റാർ ഹോട്ടൽ മുംബൈ ആസ്ഥാനമായ വൻകിട കമ്പനി അയോധ്യയിൽ തുടക്കം കുറിച്ചു. സരയുവിന്റെ തീരത്ത് 110 ഹോട്ടലുകളാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെ വൻകിട ഹോട്ടലുകൾ അടക്കം ഇവിടെ വരുന്നു. അയോധ്യ പൂർണ്ണമായും ഭക്തി മാർഗത്തിലാണ് അയോധ്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തിമയമാണ് അയോധ്യയിൽ. അയോധ്യയുടെ ഓരോ സ്പന്ദനങ്ങളും നമ്മൾ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കും, പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇനി വരുന്ന ബുള്ളറ്റിനുകളിലും. തൽക്കാലം സൈൻ ഓഫ് ഫ്രം അയോധ്യ.